നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇനി ഒന്നിലധികം ചാർജ് ഉണ്ടെങ്കിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കരുതുക. അപ്പോൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ Q1 എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്, Q2 എന്ന് പറഞ്ഞ വേറൊരു ചാർജ് ഉണ്ട്. ഇപ്പോൾ ഒരു പോയിന്റിൽ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? അപ്പോൾ നമുക്ക് ഈ Q1 എന്ന് പറഞ്ഞ ചാർജ് ഈ പോയിന്റിലേക്കുള്ള അകലത്തിന് നമുക്ക് R1 എന്ന് വിളിക്കാം. Q2 എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലത്തിന് നമുക്ക് R2 എന്ന് വിളിക്കാം. അപ്പോൾ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഓരോ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിച്ച് അതിനെ വെക്റ്റർ അഡീഷനാണ് നടത്തിയത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ രണ്ട് പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതെങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ നേരിട്ട് ആൾജബ്രിക് സം മതി, വെക്റ്റർ സം വേണ്ട. കാരണം ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലും നമ്മൾ സാധാ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടുക. എത്ര ചാർജാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് രണ്ടും പോസിറ്റീവ് ചാർജാണ്, പൊട്ടൻഷ്യൽ രണ്ടും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ? അപ്പോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല, 1/4πε0. ക്യൂന്നിൽ മൈനസ് വരും, മൈനസ് ചാർജ് ആണെങ്കിൽ. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഞാൻ മൂന്നാമത് ഇവിടെ ഒരു മൈനസ് ചാർജ് ആണെന്ന് കരുതുക. അപ്പോൾ ആ മൈനസ് ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നോക്കുക, അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. അതെല്ലാതും ആഡ് ചെയ്യുക. നമ്മൾ ഇവിടെ ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് വെക്ടർ എന്നില്ല, ആ ഒരു വെക്ടർ ഡയറക്ഷൻ ഇവിടെ റിസോൾവ് ചെയ്യുന്ന കാര്യമൊന്നും ഇവിടെ വരുന്നില്ല. കാരണം ഇത് സ്കാലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു. ഇപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൽ ഇപ്പോൾ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു 1.5 മീറ്ററിൽ, ഇതൊരു മീറ്റർ, 1.5 മീറ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താണ്. നിങ്ങൾ 1.5 മീറ്ററിൽ നമുക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഏകദേശം നമുക്ക് എത്ര കിട്ടുന്നത്? 6 കിട്ടുന്നത്. ഞാനൊരു കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇലക്ട്രിക് ഫീൽഡിൽ ചെയ്തത് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു പോസിറ്റീവ് ചാർജിനെ ഞാൻ നേരെ 1.5 മീറ്റർ അകലത്തിൽ, 1.5 മീറ്റർ അകലത്തിൽ വെർട്ടിക്കലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഈ ഒരു രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കാം. ഒന്നാമത്തെ ചാർജ് വെക്കുന്ന സമയത്ത് 1.5 മീറ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര കിട്ടുന്നത്? നമുക്ക് 6 വോൾട്ട്. ഇനി ഇതിനെ മാറ്റി 1.5 മീറ്റർ ഞാൻ മുകളിലേക്ക് വെച്ചു, വെർട്ടിക്കലായിട്ട് വെക്കുന്ന സമയത്തും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്ര തന്നെയാണ്? 6 വരുന്നത്. ഇനി ഞാൻ ഈ രണ്ട് ചാർജ് ഒരുമിച്ച് വെക്കുന്ന സമയത്ത് 6 മീറ്ററിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 6ഉം 6ഉം ആണ്, ഓരോന്നും 6 കിട്ടുന്നത്. അപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ, ഞാനിത് വെക്കുന്ന സമയത്ത് 6ഉം 6ഉം കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 12 കിട്ടുക. യെസ്, വെച്ചു വെക്കുന്ന സമയത്ത് യെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് വരുന്നത്, 12 കിട്ടുന്നത്. അതായത് ഇവിടെ എന്ത് വരുന്നില്ല? റിസോൾവ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന ആ രീതിയൊന്നും, അതായത് വെക്ടർ അഡിഷൻ ചെയ്ത് അതേപോലെ ഇവിടെ ചെയ്യേണ്ട, അവിടെ ഡയറക്ഷൻ നോക്കലില്ല. സ്കാലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നേരിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു ഏതെങ്കിലും ഡിസ്റ്റൻസ് ആക്കാം, നമുക്കിപ്പോൾ മാറ്റുന്നില്ല, 1.5 മീറ്റർ തന്നെ നമുക്ക് എടുക്കാം. 1.5 മീറ്ററിൽ ഏകദേശം 6 വോൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുന്ന് ഞാൻ വേറൊരു ചാർജ് ഈ സൈഡിലാണ് വെക്കുന്നതെന്ന് കരുതുക. ഈ സൈഡിൽ വെക്കുന്ന സമയത്ത് 1 മീറ്റർ, 1.5 മീറ്റർ ഇവിടെ വെക്കുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? 6 ഉണ്ടാവുക.
അപ്പോൾ ഈ ആറും കൂടി കൂടുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ ഇവിടെ കിട്ടിയത് എത്രയാണ്? 12 വോൾട്ടാണ് കിട്ടിയത്. ഞാൻ എന്തിനത് കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ 2 ഇലക്ട്രിക് ഫീൽഡും പരസ്പരം ക്യാൻസൽ ചെയ്ത് അവിടെ നമുക്ക് 0 ആണ് കിട്ടുക. ഉദാഹരണത്തിന് ഞാൻ ഇതേ കാര്യം തന്നെ ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടി ചെയ്യാണ് കേട്ടോ. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം നമുക്ക് നോക്കി വെക്കാം. അതായത് 1.5 മീറ്ററിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ടെസ്റ്റ് ചാർജ് കൊടുന്ന് വെക്കുക. അപ്പോൾ 1.5 മീറ്ററിൽ നമ്മൾ ടെസ്റ്റ് ചാർജ് കൊടുന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അതിൻ്റെ വാല്യൂ 3.8 ആണ് കിട്ടുന്നത്. 3.8 കിട്ടുന്നുണ്ട് എവേ ഫ്രം ദി ചാർജ്. ഞാൻ വേറൊരു പോസിറ്റീവ് ചാർജ് ഇതേ അകലത്തിൽ തന്നെ ഞാൻ 1.5 മീറ്റർ അകലെ ഇവിടെ വെക്കുന്ന സമയത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ ഉണ്ടോ 0 ആണ് കിട്ടിയത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആവുന്ന സമയത്ത് അവിടെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡും ആഡ് ചെയ്ത് അവിടെ 0 ആവുകയാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ വാല്യൂ ആ വാല്യൂകൾ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസല്ല, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോസിറ്റീവ് ചാർജിന് പകരം നെഗറ്റീവ് ചാർജാണ് കൊടുന്ന് വെച്ചെന്ന് കരുതുക. ഈ നെഗറ്റീവ് ചാർജ് കൊടുന്ന് വെച്ച് ഏത് ഡിസ്റ്റൻസിൽ വെക്കട്ടോ. അപ്പോൾ നമ്മൾ ഒരേ ഡിസ്റ്റൻസ് മാറ്റുന്നില്ല. നമ്മളിപ്പോൾ 1.5 മീറ്ററിനെ ആക്കി നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ 1.5 മീറ്ററിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 6 തന്നെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. പക്ഷേ -6 എന്നാണ് കിട്ടുക. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആഡ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടി വന്നു എന്ന് കരുതുക. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൂടി ഇതിൻ്റെ അടുത്ത് കൊടുന്ന് വെക്കുന്ന സമയത്ത് രണ്ടിനും കൂടി ഇഫക്റ്റ്, ഒന്നിൻ്റെ പ്ലസ് ആയിരിക്കും മറ്റേതിൻ്റെ മൈനസ് ആയിരിക്കും. ഇത് രണ്ടും ഞാൻ ഒരേ ഡിസ്റ്റൻസിലല്ല വെക്കുന്നത്, പോസിറ്റീവ് ചാർജ് കുറച്ച് അടുത്താക്കിയിട്ടാണ് ഞാൻ കൊടുന്ന് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടോ 3.535 എന്നാണ് കിട്ടിയത്. അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് അടുത്താണല്ലോ, നെഗറ്റീവ് ചാർജ് കുറച്ച് അകലെയായതുകൊണ്ട് പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യലാണ് കൂടുതൽ വന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അതുപോലെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കാം. ഇപ്പോൾ ഒരു 1.5 മീറ്റർ അകലത്തിൽ ഈ സൈഡിലാണ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഈ ഡയറക്ഷനാണ് വെക്കുന്നതെന്ന് കരുതുക. അപ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആണ് വരുന്നത്. പക്ഷേ ഇതേ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുകയാണെങ്കിൽ 2 ഇലക്ട്രിക് ഫീൽഡുകളും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് മാറ്റി ഞാനിവിടെ ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത് കരുതുക. കാരണം നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്നത് എവേ ഫ്രം ദി ചാർജ് ആകുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരേ ഡയറക്ഷനായിട്ട് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം സിംഗിളായിട്ടൊരു ചാർജ് കൊണ്ട് ഉണ്ടാകുന്നതിനേക്കാളും ഇലക്ട്രിക് ഫീൽഡ് രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പൊട്ടൻഷ്യൽ അങ്ങനെയല്ല. പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവിടെ 0 ആവുകയാണ് ചെയ്യുക. കാരണം ഈ ഇലക്ട്രിക് ഫീൽഡ് മാറ്റി ഞാൻ അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കാണുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും ഉണ്ടാവുക? 0 ആയിരിക്കും. എക്സാക്റ്റ് ഞാൻ ആ പൊസിഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 0 ആയിട്ട് കിട്ടും റഫ്ലി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ വിഷയമില്ല. കാരണം ഇവിടെ ഞാൻ 1.5 മീറ്റർ മുകളിലാണ് വെക്കുന്നതെങ്കിൽ 1 മീറ്ററാണ്, ഇത് 1.5 മീറ്റർ. നമുക്ക് ആദ്യം 6 12 കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ആ 2 സ്കേലാർ വാല്യൂകൾ കൊണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ഡയറക്ഷന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇതിനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ അഡീഷനോട് ബന്ധപ്പെട്ട് ഉള്ള സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് 2 or more charges are present, the total potential at a point is the algebraic sum of the potential due to each charge. ആൾജബ്രിക് സം ആണ്. എൻ്റെ ചിഹ്നം നോക്കി നമ്മൾ കൂട്ടിയാൽ മതി.
ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട, വെക്റ്റർ അഡിഷൻ ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്യുന്ന സമയത്തും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകതയാണത്. ഇനി നമുക്കൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ നമ്മളിപ്പോൾ വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിലൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതൊരു കണ്ടക്ടർ ആയതുകൊണ്ട് ഈ സ്ഫിയറിലും മൊത്തത്തിൽ എന്ത് ചെയ്യും, ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. സ്ഫെറിക്കൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയായിരുന്നു. പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഇക്വേഷൻ തന്നെ, ഈസ് ഈക്വൽ ടു 1/4πε0 ആ ചാർജ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നായിരുന്നു. സർഫസിലാണെങ്കിൽ സ്മോൾ ആർ എന്നുള്ളത് പകരം നമ്മൾ ക്യാപിറ്റൽ ആർ ആക്കി കൊടുക്കും. അപ്പോൾ സർഫസിലാണെങ്കിൽ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കൊടുക്കും. ഇനി ഇത് പൊട്ടൻഷ്യൽ ആണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. പൊട്ടൻഷ്യൽ പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിൽ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാം. പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ സ്മോൾ കുറേ അകലത്തിലാവുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ 1/4πε0 V is equal to 1/4πε0 Q divided by, ഞാൻ സ്മോൾ ക്യൂ എന്ന് ഏത് ക്യാപിറ്റൽ എന്ത് കൊടുത്താലും കുഴപ്പമില്ല, Q divided by R എന്നായിരിക്കും. സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണെങ്കിൽ സ്മോൾ ആർ എന്നുള്ളത് എന്തായിട്ട് മാറും, ക്യാപിറ്റൽ ആർ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ഈ സ്ഫിയറിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4πε0 Q divided by R എന്നാണ്. അപ്പോൾ ഒരു സർഫസിൽ ചാർജ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സർഫസിൽ എന്തുണ്ടാവും, പൊട്ടൻഷ്യൽ ഉണ്ടാകും. അങ്ങനെ ഒരു വാൻ ഡെ ഗ്രാഫ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇത് കുറേ ചാർജ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കാം. ഏകദേശം ഒരു 20 കിലോ വോൾട്ടിൻ്റെ അടുത്തൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ വോൾട്ടേജാണ്. അപ്പോൾ നമുക്ക് തൊടുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കും, ഇത്രയും ഹൈ വോൾട്ടേജ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫിസിക്കൽ മീനിങ് വരുന്നത് പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ്. അതായത് ഒരു ബൾബിനെ കത്തിക്കുകയാണ് ഒരു ടേമിൽ, ഇത് ഹൈ വോൾട്ടേജിലെ റീജിയൺ ആണ്, പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലമാണ് ഇതിനോട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഞാൻ ഇവിടെ ഇതിനെ 0 ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. ഇത് 0 പൊട്ടൻഷ്യൽ. ഇതിനോട് കമ്പയർ ചെയ്ത് ഇതിന് 12 വോൾട്ടേജാണ്. ഞാൻ പവർ കൊടുക്കണം, 12 വോൾട്ടേജിലാണ് ഇത് പ്രകാശിക്കുന്നത്. അപ്പോൾ എനിക്ക് 12 മെഷർ ചെയ്യുന്നത് ഞാൻ ഇവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ മൾട്ടിമീറ്ററിൽ വോൾട്ട് അളക്കാവുന്ന ഒരു വോൾട്ട് എന്ന് എഴുതിയ ഭാഗത്തേക്ക് നമ്മളിതിനെ മാറ്റുന്നു. ഞാൻ ഈ രണ്ട് ടേമിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ട പോലെ തന്നെ ഈ ടേമിൽ രണ്ട് ഭാഗത്തും തമ്മിൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് 12.9. അതാണ് ഈ പോസിറ്റീവും ഈ പോയിന്റും ഈ ടേമിലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. എപ്പോഴും പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനാണ് ഇമ്പോർട്ടൻസ്. അതായത് ഇപ്പോൾ ഞാൻ ഈ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. യെസ്, ഷോക്ക് അടിക്കുന്നുണ്ട്. മീൻസ് വോൾട്ടേജ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമുക്കതിന്ന് ഷോക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഉയർന്ന വോൾട്ടേജ് എല്ലാ ഭാഗത്തും യൂണിഫോമിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എല്ലാ ഭാഗത്തും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പം ഞാൻ ഒരേ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഞാനിത് ഈ രണ്ട് ഭാഗത്തും ഞാൻ അത് ടച്ച് ചെയ്യാണ്. രണ്ടും ഹൈ വോൾട്ടേജ് ആണ് കേട്ടോ. ഒരു 20 കിലോ വോൾട്ട്, 20,000 വോൾട്ടാണ് ഇവിടെ നിന്ന് കരുതുക. അപ്പം ഞാൻ ഇതിൻ്റെ ഈ 20,000 വോൾട്ടേജിൽ ഞാൻ ഈ ബൾബ് കൊടുക്കുന്ന സമയത്ത് ഇത് കത്തുന്നുണ്ടോ നമുക്ക് നോക്കാം. ബൾബ് കത്തുന്നില്ല, കാരണം രണ്ട് ടേമിലും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ അതിൽ യാതൊരു ഇഫക്റ്റും നമുക്ക് അവിടെ കാണുന്നില്ല. മറിച്ച് ഞാൻ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ഞാൻ ഇതിന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് 0 എന്നാണ് ഞാൻ ഇതിൻ്റെ റെഫറൻസ് പറഞ്ഞിരുന്നത്. ഇപ്പം ഇനി 0 അല്ല. ഇപ്പം ഇതിന് 20K ഉണ്ടെങ്കിൽ, 20,000 വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഈ ടേമിൽ എത്രയാണ് വരുന്നത്, 20,000 വോൾട്ടേജ് ഇതിന് ലഭിക്കുക. ഓക്കെ, ഈ ഭാഗത്തിന് അപ്പോൾ 20,012 വോൾട്ടേജ് ഇവിടെയും കിട്ടും, ഇവിടെ 20,000 വോൾട്ടേജും കിട്ടും.
ഇനി നമുക്ക് ബൾബ് വീണ്ടും നമുക്ക് ഒന്നതിൽ നമുക്ക് കൊടുക്കാം. ഈ ഭാഗം ഞാൻ എന്ത് ചെയ്തു 20,012 കൊടുത്തു. ഓക്കെ, ഇവിടെ 20,000 കൊടുത്തിരിക്കുകയാണ്, ഇവിടെ 20,012 ആയി. ഇനി ഞാൻ ഈ ബൾബ് ഓൺ ചെയ്യാണ്. വോൾട്ടേജ് ഇനി ഞാൻ ഇത് ഇവിടെ തൊടുന്ന സമയത്ത് ഈ ബൾബ് കത്തുന്നത് 12 വോൾട്ട് ഉണ്ടായപ്പോൾ കത്തുന്ന അതേ രീതിയിലാണ്. യഥാർത്ഥത്തിൽ പൊട്ടൻഷ്യൽ വാല്യൂ ഒരു ടേമിൽ 20,000-ലും മറ്റേ ടേമിൽ ഇരിക്കുന്നത് 20,012-ലുമാണ്. പക്ഷെ ബൾബ് കത്തുന്നത് ഒരിക്കലും ഈ 20,000 20,012 എന്നുള്ളത് വെച്ചിട്ടല്ല, ഇവർ തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ്. 20,000 20,012 തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 12 വോൾട്ടേജ് തന്നെയാണ്. ഇവിടെ 0 വോൾട്ടും 12 തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ് വരുന്നത്? 12 തന്നെയാണ് വരുന്നത്. രണ്ടിനും ഒരേ ഇഫക്റ്റാണ്. അതായത് ഇവിടെ നമുക്ക് 2 പോയിന്റിലും പൊട്ടൻഷ്യൽ ആഡ് ചെയ്ത് കൊടുത്തു. ഓരോ ടൈമിലും നമുക്ക് 20,000 വെച്ച് ആഡ് ചെയ്തപ്പോഴും നമുക്ക് ഈ ബൾബ് കത്തുന്നതിൽ വലിയ വ്യത്യാസം വന്നില്ല. അതായത് ആബ്സല്യൂട്ട് പൊട്ടൻഷ്യലിനല്ല ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഏതിനാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് ഇമ്പോർട്ടൻസ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് ഒരു ഡയപോൾ കാരണമായിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. താങ്ക് യു.